കണ്ണിൽ ഉറക്കം വന്ന് മൂടുവോളം അവൻ അവളെ മെയ്കളിൽ നിറച്ചു കിടന്നു. നേരം വൈകിയതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് കോളേജിലേക്ക് പോവാനുള്ള ഒരുക്കത്തിലായിരുന്നു വൈഗ. അലമാരയിൽ നിന്നും ഡ്രസ്സ് എടുക്കുമ്പോഴാണ് പിറകിൽ ഡോർ ലോക്ക് ചെയ്യുന്ന ശബ്ദം. തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾക്ക് ആളെ മനസ്സിലായി. അല്പസമയം കഴിഞ്ഞിട്ടും അനക്കമൊന്നുമില്ലാതെ വന്നപ്പോൾ അവൾ പതിയെ തിരിഞ്ഞു നോക്കി. ഒരു നൂലിയ വ്യത്യാസത്തിൽ തനിക്ക് പിറകിൽ നിൽക്കുന്നവനെ കാണെ അവളുടെ കണ്ണുകൾ മേഞ്ഞുപോയി. അവളൊന്ന് പകച്ചുകൊണ്ട് പിന്നോട്ട് നിന്നുപോയി. സ്വപ്നം കണ്ടു നിൽക്കാതെ ഒന്ന് മാറ് ഭാര്യയെ. കാശി അവളുടെ മുഖത്തിന് നേരെ കൈവീശി. അവളൊരു ചമ്മലോടെ മാറി നിന്നു. ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ തലയും കുനിച്ചു നിൽക്കുന്നവളെ അവനൊന്ന് നോക്കി. അവൻ ഇട്ടിരുന്ന ഷർട്ട് ഒരു ചെയറിലേക്കിട്ടു. അവൻ കുറച്ചുകൂടി അവളോടടുത്ത് ചേർന്നു നിന്നതും അവളൊരു വിറയലോടെ അവനെ മുഖമുയർത്തി നോക്കി. നെഞ്ചിലെ രോമങ്ങൾക്കിടയിൽ ഗോൾഡിന്റെ ചെയിൻ, അതിനറ്റത്തായി രുദ്രാക്ഷം പതിപ്പിച്ചിരിക്കുന്നു. ഏകദേശം അവന്റെ പൊക്കിൾ ചുയ്യോളം ഇറക്കം വരും അതിന്. അവളൊരു പിടച്ചിലോടെ നോട്ടം മാറ്റി. പരിഭ്രമത്തോടെ മുഖം കുനിച്ചു നിൽക്കുന്നവളെ അവൻ അത്രയും ഇഷ്ടത്തോടെ നോക്കി. അവനവളെ കൈത്തണ്ടയിൽ പിടിച്ച് അവനോട് ചേർത്തു. കുളിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ അവളുടെ കഴുത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തുള്ളിയിലേക്ക് അവന്റെ മെയ്കൾ പതിച്ചു. അവന്റെ മുഖം ആ തുള്ളിയിലേക്ക് നീങ്ങി. അടക്കി വെക്കാനാവാത്ത മോഹത്തോടെ അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് ചേർത്തു. അവളൊരു പിടച്ചിലോടെ അവന്റെ ഇരു കൈകളിലും അമർത്തിപ്പിടിച്ചു. അവളുടെ മൃദുലമായ കൈവെള്ളകൾ വിയർപ്പിൽ കുതിരുന്നതും അത്രയും വേഗത്തിൽ മിടിക്കുന്ന അവളുടെ ഹൃദയതാളവും അവനറിഞ്ഞു. അവന്റെ കൈപ്പിടിയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ അവളൊന്ന് പിടച്ചു. അപ്പോഴാണ് അവന് താൻ എന്താണ് ചെയ്യാൻ പോയതെന്ന് ബോധം വന്നത്. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ മുടിയിൽ ചുറ്റിവെച്ച ടവൽ പതിയെ അഴിച്ചെടുത്തു. അവളിൽ നിന്നും അകന്നു മാറി. തന്നെ പകപ്പോടെ നോക്കുന്നവളെ കണ്ടതും അവന്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. സോറി, ഒരു നിമിഷം ഞാൻ എന്റെ ഭാര്യയാണല്ലോ എന്നോർത്തുപോയി. അപ്പോൾ പറ്റിയതാ. അവൻ അതേ ചിരിയോടെ അവളെ നോക്കി. വൈഗയുടെ ഭംഗിയുള്ള കണ്ണുകൾ അവന് നേർക്കു കൂർത്തു. ആ നോട്ടം കണ്ടതും അവൻ അവളെ വലിച്ച് അവനോട് ചേർത്ത് വൈഗയുടെ ഇടം കവിളിൽ അവന്റെ അധരങ്ങൾ അമർത്തിയിരുന്നു. മൃദുലമായ അധരങ്ങളുടെ മൃദുസ്പർശവും അവന്റെ താടിയും മീശയും കൂടി കവിളിൽ അമർന്നതും അവൾ ചലനമറ്റ പോയി നിന്നു. തിരിഞ്ഞു നോക്കാതെ ചുണ്ടിലൊരു കള്ളച്ചിരിയോടെ ബാത്റൂമിലേക്ക് കയറിപ്പോകുന്നവനെ അവൾ സ്വപ്നത്തിലെന്ന പോൽ നോക്കി. വൈഗയുടെ കണ്ണുകളിലും പ്രണയം ഒരു നേർത്ത തിളക്കമായി മിന്നി. അധരങ്ങളിൽ വിരിയാൻ വെമ്പുന്ന പുഞ്ചിരിയെ ഒളിപ്പിച്ചുകൊണ്ടവൾ അവൻ വരുമ്പോഴേക്കും ധൃതിയിൽ ഡ്രസ് മാറി താഴേക്ക് നടന്നു. കാറിൽ തനിക്ക് മുഖം തരാതെ ഇരിക്കുന്നവളെ അവൻ പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. കോളേജിന് മുൻപിൽ കാർ നിർത്തിയതും അവൾ വേഗത്തിൽ ഇറങ്ങി. ഡോർ അടക്കുമ്പോൾ അവളുടെ മെയ്കൾ അവനിലേക്ക് പോയി. അവനൊരു ചിരിയോടെ അവളെ നോക്കിയതും അവളുടെ അധരത്തിലും അത്രയും ഭംഗിയുള്ള ഒരു ചിരി വിരിഞ്ഞു. അത് കണ്ടതും അവന്റെ ഹൃദയം തുടിച്ചുപോയി. പിന്നീട് അങ്ങോട്ട് അവന്റെ കാത്തിരിപ്പായിരുന്നു. ഓഫീസിലിരിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ ഫോണിലേക്ക് തന്നെയായിരുന്നു. കോളേജ് വിടാനുള്ള സമയമായതും അവൻ കാറിന്റെ ചാവിയും എടുത്ത് പുറത്തേക്ക് പാഞ്ഞു. ഗേറ്റിന് പുറത്ത് അവൻ അക്ഷമയോടെ കാറിലിരുന്നു. കണ്ണുകൾ ഒന്നടവിടെ തെറ്റാതെ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ്. ഫ്രണ്ട്സിന്റെ കൂടെ എന്തോ പറഞ്ഞ് ചിരിച്ചു വരുന്നവളെ അവൻ ദൂരെ നിന്നേ കണ്ടു. ഇത്രയും നേരം ക്രമം തെറ്റി പിടിച്ചിരുന്ന തന്റെ ഹൃദയം അത്രമേൽ ശാന്തമാവുന്നത് അവൻ അറിഞ്ഞു. അവനെ കണ്ടതും അവൾ വിടർന്ന മുഖത്തോടെ അത്രയും ഭംഗിയിലൊന്ന് പുഞ്ചിരിച്ചു. അത് കണ്ടതും അവന്റെ മുഖം വിടർന്നു. ഒരു വട്ടം നോക്കിയാൽ വീണ്ടും വീണ്ടും നോക്കാൻ തോന്നുന്ന മുഖമാണ് അവൾക്കെന്ന് തോന്നി അവന്. തുറന്നു പറയാൻ കഴിയാത്തൊരു മാറ്റം തന്നിലുണ്ടാവുന്നത് അവൻ അറിഞ്ഞു. ഏത് സമയവും ഈ പെണ്ണ് തന്നോടൊപ്പം ഉണ്ടായിരിക്കാൻ തോന്നുന്നു. മേല് കഴുകി വരുമ്പോൾ വൈഗ കണ്ടു ഒരു പാന്റ് മാത്രമായിട്ട് ബെഡിൽ മലർന്നു കിടക്കുന്നവന്. നോക്കണ്ടെന്ന് വെച്ചിട്ടും അവളുടെ കണ്ണുകൾ അവനിലേക്ക് തന്നെ പാറി വീണു. രാവിലെ കണ്ണു തുറക്കുമ്പോൾ അടുത്ത് കാശിയെ കാണാനതും അവളുടെ മുഖമൊന്ന് ചുളിഞ്ഞു. കലിപ്പൻ, ഇത്ര നേരത്തെ എണീറ്റോ? അവൾ മനസ്സിൽ പറഞ്ഞു. റൂമിലാകമാനം ഒന്ന് നോക്കി. എന്നാൽ അവൻ അവിടെ ഇല്ലെന്ന് കണ്ടതും അവളുടെ മുഖം മങ്ങി. എണീക്കുമ്പോൾ ഒന്ന് വിളിച്ചൂടെ? ഒന്നുമില്ലെങ്കിലും അങ്ങേരുടെ ഒരേയൊരു ഭാര്യയല്ലേ ഞാൻ? ഉള്ളിൽ ഓരോന്ന് പറഞ്ഞവൾ എണീറ്റു. സൺഡേ ആയതുകൊണ്ട് ആരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഏട്ടത്തി, ആലിയുടെ വിളി കേട്ടതും
അവൾ അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി. നീ എന്താടി, ഉറക്കത്തിൽ വല്ലതും കണ്ടു പേടിച്ചോ? അതോ വേറെ വല്ല കാര്യവും സാധിക്കാൻ എണീറ്റതാണോ? വൈഗ അവളെ സംശയത്തോടെ നോക്കി. അവളൊന്ന് വിളിച്ചു കാണിച്ച് വൈഗയുടെ കയ്യിൽ തൂങ്ങി. അതുണ്ടല്ലോ, എൻ്റെ പൊന്നെടുത്തിയല്ലേ, നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ? അത് കേട്ടതും വൈഗയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അമ്പലത്തിലോ? അതും നീ? വൈഗ അവളെ കൂർപ്പിച്ചു നോക്കി. അതുണ്ടല്ലോ, നാളെ എക്സാം അല്ലേ, അതുകൊണ്ട് ഒന്ന് നന്നാവാൻ തീരുമാനിച്ചു. പ്ലീസ് ഒന്നു വാ. ഓ അങ്ങനെ പറ, ഇല്ലെങ്കിൽ പിള്ളേച്ചൻ കള്ളം പറയുവാന്ന് കരുതും. അത് കേട്ടതും അവളുടെ മുഖം വീർത്തു. ഇനി അതിനും പിണങ്ങണ്ട, ഞാനിപ്പോൾ വരാം. അമ്മയോട് പറയട്ടെ, എന്നിട്ട് അമ്മയുടെ ഒരു സെറ്റ് സാരി അടിച്ചു മാറ്റട്ടെ. ഓക്കെ, അപ്പോഴേക്കും ഞാനും റെഡിയായി വരാം. ഉമ്മ. വൈഗയെ കെട്ടിപ്പിടിച്ച് കവിളിയൊരുമ്മയും കൊടുത്ത് അവൾ റൂമിലേക്ക് ഓടി. ബ്ലാക്ക് കളറുള്ള ബ്ലൗസും ബ്ലാക്ക് കരയുള്ള സെറ്റ് സാരിയുമായിരുന്നു അവൾ തിരഞ്ഞെടുത്തത്. വാതിൽ ലോക്ക് ചെയ്ത് പാവാടയും ബ്ലൗസും ധരിച്ച് സാരി എടുത്ത് കയ്യിൽ പിടിച്ചപ്പോഴാണ് ബാത്റൂം ഡോർ തുറന്നടയുന്ന ശബ്ദം കേട്ടത്. അവൾ ഞെട്ടലോടെ അവിടേക്ക് നോക്കി. പെട്ടെന്ന് അവൾ കയ്യിലുള്ള സാരി എടുത്ത് മാറോട് ചേർത്ത് പിടിച്ചു. അവളെ അങ്ങനെ കണ്ടപ്പോൾ കാശിയും ഒരു നിമിഷം സ്റ്റക്കായി. അങ്ങനെ ഒരു കാഴ്ച കാശിയുടെ ഹൃദയത്തെ ഒലിച്ചുപോയി. അതിസുന്ദരിയായി ഒരു ദേവിയെപ്പോലെ തൻ്റെ പെണ്ണ്. അവളെ ഒന്ന് തൊടാനും ഇറുകെ പുണരാനും അങ്ങനെ എന്തൊക്കെയോ മോഹങ്ങൾ അവനിൽ ശക്തമായി. അവളോടുള്ള മോഹം അടക്കാനാവാതെ വന്നതും അവളുടെ കയ്യിൽ പിടിച്ച് ശക്തമായ ഒരു വലിയിൽ അവൻ അവളെ നെഞ്ചോട് ചേർത്തിരുന്നു.